ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത് അപർണ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നിരഞ്ജന വരുന്ന കാഴ്ചയാണ്. അപർണയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നിരിക്കുന്ന നിരഞ്ജന ചോദിക്കുന്നുണ്ട്, അമല് ഭക്ഷണം കഴിച്ചിട്ട് പോയോ? അമൽ ഇപ്പൊ പോയതേ ഉള്ളൂ. അല്ല അപർണേ, അജയ് എന്താണ് വരാൻ വൈകുന്നത്? അജയുടെ ചില ഫ്രണ്ട്സൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ കൂടെ ഹോട്ടൽ റൂമിൽ തങ്ങാൻ തീരുമാനിച്ചു കാണുമോ? അപ്പോൾ അപർണ, അതൊക്കെ അജയുടെ ഇഷ്ടം. അല്ല, വന്നിട്ടുള്ളത് പെൺസുഹൃത്തുക്കളുമാകാം. ആയിക്കോട്ടെ. നിരഞ്ജനയ്ക്ക് അജയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലിപ്പോൾ. അല്ല അപർണയുടെ ചോദ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. നിരഞ്ജനെ, അജയ് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. ബാംഗ്ലൂരിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നു, അതിന് നല്ല ഫണ്ട് വേണം, അവിടെ പോയി ആരുടെ കൂടെയോ താമസിക്കുന്നു. ഇതൊക്കെ ഒരു ഭാര്യ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ? തീർച്ചയായും അതിന് ഭാര്യയും ഭർത്താവും ഒരേ ദിശയിൽ സഞ്ചരിക്കണം. അല്ല, നിങ്ങൾ രണ്ടുപേരും സഞ്ചരിക്കുന്നത് ഒരേ വഴിക്കല്ലെന്നാണോ നിരഞ്ജന പറഞ്ഞു വരുന്നത്? വഴി ഒന്നു തന്നെയാണ്, പക്ഷേ ഒരു വഴിയുടെ രണ്ടറ്റത്തേക്കാണെന്ന് മാത്രം. മനസ്സിലായില്ലേ? അജയ് ഒരു ഭാഗത്തേക്ക് നടക്കുന്നു, ഞാൻ എതിർഭാഗത്തേക്ക് നടക്കുന്നു. അത് എങ്ങനെയാണ് ജീവിതമാകുന്നത്? അല്ല, എന്നെ ഉപദേശിക്കുന്ന അപർണയുടെ കാര്യം എന്താണ്? നിങ്ങൾ ഇതുവരെ മനസ്സുകൊണ്ട് പോലും ഒന്നായിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് അമലിനെ വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം അജയോട് നിരഞ്ജനയ്ക്കുണ്ടോ? ബാംഗ്ലൂരിലേക്ക് അജയ് പോകുമ്പോൾ ഒരു സ്ത്രീയുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിരഞ്ജനയ്ക്കും അതറിയാം. അജയ് പറയുന്ന ഈ ബിസിനസ് പാർട്ട്ണർ അവളായിക്കൂടെ? അല്ലാന്ന് ഞാൻ പറയില്ല. അജയ്ക്ക് ആരുമായിട്ട് വേണമെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാം. ഇനിയിപ്പോ വഴിവിട്ട ബന്ധമാണെങ്കിൽ ഒഴിഞ്ഞുകൊടുക്കാനും ഞാൻ തയ്യാറാണ്. നിരഞ്ജന തന്നെയാണ് അജയെക്കുറിച്ച് അറിയുവാൻ ഇത്രയും തിടുക്കം പിടിച്ചു വന്നത്. അപർണേ, അന്ന് അപർണ കണ്ട നിരഞ്ജനയല്ല ഇപ്പോഴത്തെ ഞാൻ. ഇന്ന് എന്തും നേരിടുവാനുള്ള കരുത്ത് എനിക്കുണ്ട്. അജയ്ക്ക് ഡിവോഴ്സ് വേണോ? ഞാൻ റെഡിയാണ് കൊടുക്കാൻ. ഇതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാ? ഇത് ചോദിച്ചിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ നിരഞ്ജന അവിടുന്ന് തിരികെ കൈ കഴുകി എഴുന്നേറ്റങ്ങ് പോവുകയാണ്. ഉടനെ അപർണ മനസ്സിൽ പറയുകയാണ്, ഹണി റോസ് വന്ന വിവരം നിരഞ്ജനയോട് പറയാതിരുന്നു നന്നായി. അതുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഞാൻ അതെടുത്ത് പ്രയോഗിക്കേണ്ടത് അജയ്യോടാണ്. അജയ്യെ കൊണ്ട് ഗുണമുണ്ടാകും. അജയ്യെ പേടിപ്പിച്ചു നിർത്താം. ഏതു നിമിഷവും ജാനകി അമ്മയെയും കൊണ്ട് അളകാപുരിയിലേക്ക് വരാം. എൻ്റെ ചോദ്യങ്ങളെക്കാൾ കരുത്ത് അജയുടെ ചോദ്യങ്ങൾക്കാണ്. അതുകൊണ്ട് അജയ് കൂടെ നിൽക്കണം. തുടർന്ന് കാണുന്നത് ഹണി റോസിന്റെ ഫ്ലാറ്റിലേക്ക് അജയ് ചെല്ലുന്ന കാഴ്ചയാണ്. അജയ് ചെന്നിട്ട് അവിടെ പറയുകയാണ്, കുറച്ച് ഫാമിലി പ്രോബ്ലംസ് വന്നതുകൊണ്ടാണ് എനിക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ കഴിയാതിരുന്നത്. ഹണി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. എന്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിലും അജയ്ക്ക് അത് എന്നോട് ഷെയർ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ആയിരുന്നല്ലോ കുറെ നാൾ മുമ്പ് വരെ. കുറച്ചു കാലമായി അജയിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട്. എൻ്റെ കോള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല, മെസ്സേജിന് റിപ്ലൈയും ചെയ്യുന്നില്ല. എന്താണ് അജയ്ക്ക് സംഭവിച്ചതെന്ന് എനിക്കും അറിയണ്ടേ? അപ്പോൾ ഹണി റോസിൻ്റെ കൂടെ വന്നിരിക്കുന്ന മരിയ പറയുകയാണ്, ഞാനാണ് ഒന്ന് വന്നു പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഹണി റോസ്, നമ്മുടെ ബിസിനസ് മന്ദഗതിയിലായതാണോ അജയ്യെ പിൻവലിക്കുന്നത്? അപ്പോൾ അജയ്, എന്താ അതും കാരണമല്ലേ? തുടക്കത്തിൽ ഹണി കാണിച്ച ആവേശമൊന്നും പിന്നെ കണ്ടില്ലല്ലോ. പറഞ്ഞ സമയത്ത് ഞാൻ പണം എത്തിച്ചില്ലെന്ന് ഹണി കുറ്റം പറയരുത്. ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്തപ്പോൾ ആവേശമൊക്കെ തണുത്തു. ഹണി പിന്നെ മറ്റു പലതിലേക്കും പോയി. അപ്പോൾ മരിയ, അജയുടെ പണം ആരും കൊണ്ടുപോയിട്ടില്ല. മരിയ ഇതിൽ കയറി ഇടപെടരുത്. മരിയ മാറി നിൽക്ക്. ഞാനേ മുൻപ് നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ വന്നിട്ടില്ല. പക്ഷേ ഇനി അത് നടക്കില്ല അജയ്. അപ്പോൾ ഹണി റോസ്, മരിയ ചോദിക്കുന്നതിലും ചില സത്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ അജയ് നീരസപ്പെട്ടിട്ട് കാര്യമില്ല. സൈമൺ അച്ചായൻ മരിയയോടാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ എന്ന നിലയിൽ അജയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സൈമൺ അച്ചായൻ അറിയാം. അപ്പോൾ അജയ്, ഞാനിപ്പോൾ എന്താ വേണ്ടത് അത് പറ. അജയ് ഒരാഴ്ചയ്ക്കുള്ളിൽ ബാംഗ്ലൂരിലെത്തിയിരിക്കണം. സൈമൺ ഇച്ചായനുമായി ഒരു മീറ്റിംഗ് വേണം. ഇച്ചായൻ ഉടനെ നാട്ടിലെത്തും. ശരി, ഞാൻ വരാം. അപ്പോൾ മരിയ, വന്ന് കണ്ടിട്ട് അജയ്ക്ക് ഉടനെ തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ അജയ് ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആകണം. അതെ, ഞാൻ തീരുമാനിക്കേണ്ട വിഷയമാണ്. അപ്പോൾ വീണ്ടും ഹണി റോസ്, അജയ് ഇപ്പോൾ കോടികളുടെ കടബാധ്യതയിലാണ്. എൻ്റെ വാക്കാലുള്ള ഉറപ്പിൻ്റെ പേരിൽ മാത്രമാണ് അജയ്ക്ക് പവൻകുമാർ പണം തന്നത്. പവൻകുമാർ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ അവന് കൊടുത്തതല്ലേ? എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അജയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റാതിരുന്നത്? നമ്മുടെ രണ്ടുപേരുടെയും ജോയിൻ്റ് അക്കൗണ്ടിലാണ് പണം. അതുകൊണ്ട് ഇനിയുള്ള യാത്രയിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകണം, ഒരേ മനസ്സോടെയും ശരീരത്തോടെയും. അതല്ലെങ്കിൽ എല്ലാം താളം തെറ്റും. ഉടനെ മരിയ പറയുകയാണ്, വളച്ചു കെട്ടാതെ കാര്യം അങ്ങ് പറഞ്ഞേക്കാം.
അജയ് ഇവിടെയുള്ള എല്ലാ റിലേഷനും അവസാനിപ്പിച്ചിട്ട് ഉടനെ ബാംഗ്ലൂരിലേക്ക് വരണം. അപ്പോൾ അജയ്, എനിക്ക് ഒന്ന് ആലോചിക്കണം. ഹണി നാളെ പോവല്ലേ? ഞാനും അതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ശരൺ അറിയുന്നതിന് മുൻപ് ഹണി നാളെ പോയേ പറ്റൂ. രാവിലെ ഞാൻ യാത്രയേക്കാൻ വരാം. ഇപ്പോൾ ഞാൻ പോവാണ്. ഇത് പറഞ്ഞുകൊണ്ട് അജയ് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് മരിയ ഹണി റോസിനോട് പറയുകയാണ്, ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഹും, അവൻ എവിടെ പോകാനാ? അവൻ്റെ സർവ്വസമ്പാദ്യവും എൻ്റെ കാൽ കീഴിൽ കൊണ്ടൊന്ന് അടിയറവ് വെച്ചിരിക്കുകയല്ലേ. അജയ് വരും. ഞാൻ വിളിക്കാതെ തന്നെ ബാംഗ്ലൂരിലേക്ക് വരും. തുടർന്ന് കാണുന്ന കാഴ്ച, സുമംഗലാമ്മ അങ്ങനെ ചിന്തയിൽ മുഴുകി കരുണാലയത്തിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് പ്രഭാവതി അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ് ആലോചിക്കുന്നത്? ആലോചിക്കാൻ ഇനി എന്താ അമ്മയുള്ളത്? നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങി ഇനി മുൻപോട്ട് പോകാം. പ്രാർത്ഥനയ്ക്ക് അമ്മ ഇന്ന് വന്നത് എല്ലാവർക്കും വലിയ അത്ഭുതമായി. ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇവിടെ കഴിയുന്നതിൽ ഒരപകർഷതാബോധവും വേണ്ട എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എല്ലാവരും നല്ല കുടുംബത്തിൽ നിന്ന് വന്നവരാ. ഗവൺമെൻറ് സർവീസിൽ ഇരുന്നവരുമുണ്ട്. ഇനി ഇതാണ് നമ്മുടെ കുടുംബം. അതുകൊണ്ട് ഒരു കുടുംബമായി നമുക്ക് മുൻപോട്ട് പോകാം. ഇതാണോ നിന്റെ കുടുംബം? എന്താ അമ്മേ? എടി, നിന്റെ ഭർത്താവ് ജീവിച്ചു മരിച്ച വീടാണ് നിന്റെ കുടുംബം. സൂര്യ ആ വീട്ടിൽ കിടന്നാണ് മരിച്ചത്. അവൻ്റെ ആത്മാവ് അവിടെയുണ്ട്. പ്രഭാവതി, കടമയും കർത്തവ്യവും ഒന്നും മറന്ന് നീ സംസാരിക്കരുത്. അമ്മ, എനിക്കിനി എന്ത് കടമയാണുള്ളത്? ഞാൻ അബിയുടെ കയ്യിൽ നിന്ന് ആ വീട് എഴുതി വാങ്ങണോ? എനിക്കത് എഴുതി തരാമെന്ന് അവൻ പറഞ്ഞതാ. എനിക്ക് ആ വീട് സ്വന്തമാക്കണ്ട. അവൻ തന്നെയാണ് ആ വീടിൻ്റെ ശരിക്കുമുള്ള അവകാശി. തമ്പിയും മോളും അപ്പോഴേക്കും ആ വീട് കുളം തോണ്ടിയിരിക്കും. അബി ആ വീടിൻ്റെ ആധാരവും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവിടുന്ന് ഇറങ്ങിപ്പോന്നതാണ് പ്രഭാവതി നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇറങ്ങിപ്പോരേണ്ടത് നീയല്ല, അവളായിരുന്നു, തമ്പിയുടെ മോള്. ഇനിയിപ്പോൾ അമലിൻ്റെ ജീവിതം കൂടി ഞാനായിട്ട് ഇല്ലാതാക്കണം അല്ലേ? എനിക്ക് ആരുടെയും ശാപമേക്കാൻ വയ്യമ്മേ. എല്ലാം ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതിൽ എനിക്ക് പ്രധാന പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവൾ തന്നെയാണ് ഞാൻ. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ ഇങ്ങനെ ഒരു ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത്. വീട്, മക്കൾ, ഇങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കിനിയില്ല. അമ്മയെ കാണുവാൻ വേണ്ടി മനസ്സ് തോന്നി മക്കൾ വന്നാൽ സന്തോഷം. മക്കളാരും വരുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം എനിക്കിനി ഒരിക്കലും ഉണ്ടാവില്ല. പ്രഭാവതി, നീ നിന്റെ കടമ മറന്നാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. നീ തന്നെയാണ് ഇപ്പോഴും അളകാപുരിയിലെ ഗ്രഹനാഥ. നിന്റെ നിയന്ത്രണത്തിന് കീഴിൽ മക്കളെ കൊണ്ടുപോകാനാണ് നീ ശ്രമിക്കേണ്ടത്. പകരം നീ ഒളിച്ചോടുന്നു. നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്ക്, നീ ചെയ്തത് ഒളിച്ചോട്ടമല്ലേ എന്ന്. അമ്മ ഉള്ളിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാതെ തുറന്നു പറ. നീ ഇവിടെ കിടക്കാതെ തിരിച്ചു പോകണം, അത്ര തന്നെ. നിന്റെ വീട്ടിലേക്ക്, അളകാപുരിയിലേക്ക് നീ മടങ്ങിപ്പോകണം. എനിക്ക് നിന്റെ കൂടെ വരാനാണ് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട, ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. പക്ഷെ നീ മടങ്ങിപ്പോയേ പറ്റൂ പ്രഭാവതി. അമ്മേ, അതെ, പ്രഭാവതി ഒന്നും എന്നോട് ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. നിന്നെ അവിടുന്ന് പുകച്ചു ചാടിച്ചതിലുള്ള സന്തോഷത്തിലാണ് തമ്പിയും മകളും. അളകാപുരിയുടെ നാശം കാണാനാണ് തമ്പി മോളെ അങ്ങോട്ട് കയറ്റിവിട്ടത്. അപർണയുടെ കയ്യിലെ പാവയായിപ്പോയി ഞാനും. അബിയെയും ജാനകിയെയും പടിയിറക്കി വിടാൻ അവൾക്കൊപ്പം നിന്നവളാണ് ഞാനും. പക്ഷേ ഒടുവിൽ പുറത്തായതോ ഞാൻ തന്നെ. നിന്നെ കൊണ്ടു കളയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അവൾ അവിടെ ഇട്ട് നിന്നെ കഷ്ടപ്പെടുത്തിയത്. നിനക്ക് തിരിച്ചു പ്രതികരിക്കാനുള്ള ധൈര്യവുമില്ലാതെയായിപ്പോയി. നീയും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ശ്രമിച്ചത്. കൈ ഉയർത്തി കാണിച്ച് പേടിപ്പിക്കുമെന്നല്ലാതെ നിന്നെ തല്ലാനുള്ള ധൈര്യമൊന്നും അപർണയ്ക്കില്ല പ്രഭാവതി. അവിടെ വെച്ച് നിനക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ വൈകിട്ടില്ല. നിന്റെ മക്കൾ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ നീ അവിടെ വീണ്ടും ശക്തയാകും. പിന്നീട് ഒരു ഇഞ്ച് പോലും നീ താഴ്ന്നു കൊടുക്കരുത്. നാളെ തന്നെ നീ തിരിച്ചു പോകണം. അമ്മേ, എനിക്ക് ആരുടെയും മുൻപിൽ മത്സരിച്ച് ജയിക്കണ്ട. എൻ്റെ ജീവിതം തീർന്നു. ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്കില്ല. പ്രഭാവതി, അതെ, പ്രഭാവതി തന്നെയാണിത് പറയുന്നത്. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും സുഖകരമായ ഓർമ്മകളാണ്. അതിൽ ജീവിക്കാനാണ് അമ്മ ഇപ്പോഴും കൊതിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ കുറ്റബോധമാണ്. മരിക്കാൻ നേരത്ത് പോലും ഭർത്താവിൻ്റെ അരികിലില്ലാത്ത ഭാര്യയാണ് ഞാൻ. ആരോരുമില്ലാതെ ഒരു മുറിയിൽ കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അദ്ദേഹം കണ്ണടയ്ക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ പകയും മനസ്സിലടക്കി ഉറങ്ങുകയായിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ അരികിൽ വരാതെ പോയിട്ടില്ല എന്ന് എനിക്കറിയാം. വീടിൻ്റെ അധികാരവും പിടിച്ചടക്കി എല്ലാവരെയും ഭരിച്ച് എനിക്ക് ജീവിക്കണ്ട. അതിനുള്ള അർഹത നഷ്ടപ്പെട്ടവളാണ് ഞാൻ. ഇത് പറഞ്ഞ് പ്രഭാവതി അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മറുപടി പറയുവാൻ കഴിയാതെ സുമംഗല മൗനമായിട്ടിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് ജാനകിയുടെ അമ്മയാണ്. പൊന്നുവിൻ്റെ ഒപ്പം കട്ടിലിൽ ജാനകിയുടെ അമ്മ അങ്ങനെ മുഖത്തോട് മുഖം നോക്കിക്കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അമ്മാമ്മേ, ആഹാ, അമ്മാമ്മ വിളി കേട്ടല്ലോ. അമ്മാമ്മയ്ക്ക് പൊന്നുവിനെ ഇഷ്ടമാണോ? എങ്കിൽ അമ്മമ്മ പൊന്നുവിന് ഒരു കഥ പറഞ്ഞു തരുമോ?
കഥ കേട്ട് പൊന്നു ഉറങ്ങാം. ഇത് കേട്ടുകൊണ്ട് ജാനകിയും അബിയും വാതിൽക്കലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും പൊന്നു പറയുകയാണ്, അമ്മമ്മേ, പൊന്നുവിന് ഒരു കഥ പറഞ്ഞതാ അമ്മമ്മേ. പൊന്നു അല്ലേ പറയുന്നത്? പൊന്നുവിൻ്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും ജാനകിയുടെ അമ്മ മറുപടി പറയുന്നില്ല. അപ്പോൾ പൊന്നു പറയുകയാണ്, അമ്മമ്മ ഒന്നും പറയാതിരുന്നാൽ പൊന്നു അങ്ങ് പോകും. പൊന്നു അങ്ങ് പോട്ടെ. ഇത് കേട്ടുകൊണ്ട് രാധാമണി പൊന്നുവിൻ്റെ മേൽ കൈയെടുത്ത് വെക്കുകയാണ്. ഉടനെ പൊന്നു പറയുകയാണ്, അമ്മമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. അമ്മമ്മയെ വിട്ട് പൊന്നു എങ്ങും പോവില്ല. അമ്മമ്മയുടെ കൂടെ നിൽക്കാനാ പൊന്നു ഇവിടേക്ക് വന്നത്. ഇത് കേട്ടുകൊണ്ട് രാധാമണി പൊന്നുവിനെ അടക്കി പിടിച്ചു തൻ്റെ മൂർധാവിൽ ഒരു ചുംബനം നൽകുന്നുണ്ട്. എന്നിട്ട് പൊന്നുവിനെ ചേർത്തണച്ച് അങ്ങനെ തഴുകി കട്ടിലിൽ കിടക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ജാനകി അബിയോട് ചോദിക്കുകയാണ്, മോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഒരു വാക്ക് പോലും പറയാത്തത് എന്താ അബിയേട്ടാ? അമ്മയുടെ അവസ്ഥയിൽ അമ്മ സന്തോഷിക്കുന്നുണ്ടാവും, അമ്മ അവളോട് സംസാരിക്കുന്നുമുണ്ടാവും. അത് അമ്മയുടെ മനസ്സിൽ മാത്രമാണ്. നമ്മളാരും അത് കേൾക്കുന്നില്ല ജാനകി. ഇതൊക്കെ ആശ്വാസവാക്ക് മാത്രമല്ലേ അബിയേട്ടാ? എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആ വാതിൽക്കൽ നിന്നിട്ടും അമ്മ നമ്മളെ കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല. അത് അമ്മ കാണാത്തത് തന്നെയാവും. നമ്മൾ മറ്റൊരു ലോകത്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻപിൽ ഒരാൾ വന്നാൽ നമുക്കതറിയാൻ കഴിയുമോ? അങ്ങനെ ഒരു ലോകത്താണ് അമ്മ ഇപ്പോൾ. എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അബിയേട്ടാ. എന്തായാലും ഡോക്ടറോട് അബിയേട്ടൻ സംസാരിക്കേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡോക്ടറോട് പറയാൻ എനിക്കറിയില്ല. എല്ലാം ശരിയാകും ജാനകി. നാളെ അങ്ങനെ ഒരു ദിവസമാവട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് കാണുന്നത് അളകാപുരിയിലേക്ക് അജയ് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ്. അജയ് തൻ്റെ റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നുകൊണ്ട് അപർണ വിളിക്കുകയാണ്, അജയ് ഒന്ന് നിന്നേ. അജയ് തിരിഞ്ഞു നിൽക്കുമ്പോൾ അടുത്തേക്ക് ചെന്നിട്ട് അപർണ പറയുകയാണ്, അളകാപുരിയിൽ ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു. വന്നത് അജയുടെ ആളാണെങ്കിലും വരവിൻ്റെ ഉദ്ദേശം നിരഞ്ജന ഉൾപ്പെടെ എല്ലാവരെയും കാണാനായിരുന്നു. എൻ്റെ ആളോ? ഞാൻ കരുതിയത് കക്ഷി വന്ന വിവരം അജയ് അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ്. പോയിട്ടില്ല. ഇവിടെ ഏതോ 5 സ്റ്റാർ ഹോട്ടലിൽ എവിടെ ഉണ്ട്. ആരുടെ കാര്യമാണ് അപർണ ഈ പറയുന്നത്? അത് അജയുടെ ആരാണ് എന്ന് പറയുവാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാനത് പറയാൻ പാടില്ല. ഇവിടെ വന്നത് ഹണി റോസാണ്. ഇത് കേട്ട് അജയ് ഒന്ന് ഞെട്ടുകയാണ്. ഉടനെ വീണ്ടും അപർണ പറയുകയാണ്, ഹണി റോസിനെ പരിചയമില്ല എന്ന് എന്നോട് കള്ളം പറയാൻ അജയ്ക്ക് പറ്റില്ല. 4 വർഷം ലിവിങ് ടുഗദർ എന്ന ലേബലൊട്ടിച്ച് നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ? അല്ല, ഹണി റോസ് വന്നപ്പോൾ നിരഞ്ജന ഇവിടെ ഉണ്ടായിരുന്നോ? നിരഞ്ജന ഇവിടെ ഉണ്ടായിരുന്നില്ല. ഹണി റോസ് വന്ന വിവരം ഞാൻ നിരഞ്ജനയോട് പറഞ്ഞിട്ടുമില്ല. ഹണി റോസ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ നിരഞ്ജനയോട് പറയാമായിരുന്നു. പക്ഷേ അത് പറയാനാവില്ല. അങ്ങനെ പറഞ്ഞാൽ നിരഞ്ജന പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അവളുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയും. ഞാനെന്തിനാണ് അങ്ങനെ ഒരു ശാപം കൂടി ഏറ്റുവാങ്ങുന്നത്? എന്തിനാണ് അജയ് ഒരു പെണ്ണിന് വാക്ക് കൊടുക്കുകയും അവളുടെ കൂടെ 4 വർഷം ജീവിക്കുകയും ചെയ്തിട്ട് അവളെ ഒഴിവാക്കിയത്? അപർണ അവൾ പറയുന്നൊന്നും അപർണ വിശ്വസിക്കരുത്. ഹണിയുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അവളുമായിട്ട് വിവാഹം എന്നുള്ള കാര്യമൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ കൊള്ളാം അജയ്. അപ്പോൾ വീണ്ടും അജയ്, ഹണി റോസിൽ നിന്നും അകലം പാലിക്കാനാണ് അപർണ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവളുമായിട്ടുള്ള കോണ്ടാക്റ്റ് അജയ് വേണ്ടെന്ന് വെച്ചത്. അതിൻ്റെ വാശിക്ക് തന്നെയാണ് തൻ്റെ ഇടത്തോടെ അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഞാനല്ലാതെ മറ്റാരെങ്കിലും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതോടെ അജയുടെ മുഖംമൂടി താഴെ വീഴുമായിരുന്നു. ഈ ഹണി റോസിനെ അജയ് ശരൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഇവിടെ ആരും മറന്നിട്ടില്ല. അജയ് ചെന്നു പെട്ടിരിക്കുന്നത് വലിയൊരു ട്രാപ്പിലാണ്. അതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും അജയ്ക്ക് ഇനി ഊരിപ്പോകാൻ പറ്റില്ല. സാമ്പത്തിക കണക്കുകളൊക്കെ വിശദീകരിച്ചിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. വലിയൊരു തുകയ്ക്ക് അജയ് കടപ്പെട്ട് നിൽക്കുകയാണ്. അതെ, ശരിയാണ്. എൻ്റെ കയ്യിൽ ഫണ്ടില്ലാതെ വന്നപ്പോൾ അവൾ ഒരാളെ ഏർപ്പാടാക്കി തന്നതാണ്. എന്നിട്ട് ആ പണം ഇപ്പോൾ ഹണി റോസിൻ്റെ കയ്യിലാണോ? എൻ്റെയും അവളുടെയും പേരിലുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ടിലാണ്. പ്ലാൻ ചെയ്ത ബിസിനസ് അവൾ നിർത്തിവെച്ചു. പിന്നീട് അവളുടെ ബ്രദറുമായി ചേർന്ന് മറ്റെന്തോ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഹണിയുമായിട്ടുള്ള കണക്ഷൻ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അജയ്, അവളെല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞവളാണ്. ഒരു താലിമാലയിലല്ല അവൾ അജയ്യെ ബന്ധിച്ചിരിക്കുന്നത്. പണത്തിൻ്റെ ഊരാക്കുടുക്കിലാണ്. അവൾക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അജയ്യെ കൂടെ കൊണ്ടുപോകണം, ഒന്നിച്ച് ജീവിക്കണം. അപർണ, അവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മടക്കി അയക്കാം. പക്ഷേ അപർണ ഈ വിവരം പുറത്തുവിടരുത് പ്ലീസ്. ഒരിക്കലും അജയ് കള്ളക്കളികൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ഞാൻ ഈ വിവരം അച്ഛനോട് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അച്ഛനത് ഉണ്ണിത്താൻ വക്കീലിൻ്റെ കാതിലെത്തിക്കും. അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അപർണ പ്ലീസ്. അജയ്, നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിരഞ്ജനയുടെ സ്ഥാനത്തിരിക്കേണ്ട പെണ്ണ് ഞാനാണ്. അജയ് അത് മറന്നു കളയരുത്.
ഒരു പെണ്ണിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അബിയുടെ വിഷയം വന്നപ്പോൾ അജയ് എൻ്റെ കൂടെ നിന്നതിൻ്റെ നന്ദി എനിക്കുണ്ട്. എനിക്കത് മറന്നു കളയാനൊന്നും പറ്റില്ല. നിരഞ്ജനയുടെ ജീവിതത്തിനൊരു പോറൽ പോലും പറ്റാതെ ഈ വിഷയം അജയ് പരിഹരിക്കുകയാണെങ്കിൽ ഞാനിതാരോടും പറയില്ല. എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കും. അജയ് എന്തു പറയുന്നു? ഞാൻ ഹണി റോസിനെ ഒഴിവാക്കും. ഇനി അവൾ ഈ നാട്ടിൽ കാലുകുത്തില്ല. മതി, എനിക്ക് ഈ ഒരു ഉറപ്പ് മതി. അജയ് ചെല്ല്. ഇത്രയും പറഞ്ഞ് അപർണ അജയെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് അപർണ മനസ്സിൽ പറയുകയാണ്, ഇനി നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യും അജയ്, എന്തും. പിന്നീട് കാണുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. ഹണി റോസ് നിരഞ്ജനയെ ഫോണിൽ ബന്ധപ്പെടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നിരഞ്ജനയല്ലേ? അതെ, നിങ്ങളാരാ? എൻ്റെ പേര് പറഞ്ഞാൽ ഓർക്കുമോന്നറിയില്ല. ആ, നിങ്ങൾ പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ഹണി റോസ് ആണ്. ഈ കോള് വരുമ്പോൾ നിരഞ്ജന അജയ്ക്കൊപ്പമുണ്ട്. പെട്ടെന്ന് നിരഞ്ജന ചോദിക്കുകയാണ്, ഓ, ഹണി റോസ് ആണ് അല്ലേ? ഇത്രയും കേൾക്കുകയും അജയ് ഒന്ന് ഞെട്ടുന്നു. തുടർന്ന് കാണുന്ന കാഴ്ച ജാനകി തൻ്റെ അമ്മയുമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുവാൻ വേണ്ടിയിരിക്കുന്നതാണ്. അതിനിടയിൽ പൊന്നു അമ്മമ്മയോട് പറയുന്നുണ്ട്, അമ്മമ്മ ഓർഫനേജിൽ വെച്ചാണ് എൻ്റെ അമ്മയെ പ്രസവിച്ചത്. അന്ന് അമ്മമ്മയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. പൊന്നുവിൻ്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് അബിയും ജാനകിയും കൂടി അങ്ങനെ സൂക്ഷിച്ച് രാധാമണിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൻ്റെ വീഡിയോയുമായി നാളത്തെ ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.